ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പേഴ്സ്വേർഡിങ് വെർബ്സ് ആണ്. അതായത് ഇപ്പോൾ ഒരാളുടെ ചിന്താഗതികളെ മാറ്റുന്നതിന് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും അല്ലേ. നമ്മൾ ചിലപ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ അയാളെ കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ച് നമ്മൾ അയാളുടെ മനസ്സ് മാറ്റിയെടുക്കും. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കുന്ന വെർബ്സിനെയാണ് നമ്മൾ പറയുന്നത് പേഴ്സ്വേർഡിങ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സ്വേർഡിങ് വെർബ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ക്വാക്സ് എന്ന് പറയുന്ന ഒരു വെർബാണ്. ക്വാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ പ്രലോഭിപ്പിച്ച് അയാളെ മയക്കി വശത്താക്കുന്ന ആ ഒരു രീതിക്കാണ് ക്വാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്വാക്സ് എന്ന് പറയുന്ന ആ ഒരു വെർബ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. The children tried to coax their parents into buying them ice cream. The children tried to coax their parents into buying them ice cream. അതായത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതിന് പാരൻസിനെ കുട്ടികൾ പറഞ്ഞ് മയക്കി അത് വാങ്ങിപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഈ സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്, കോക്സ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. Using honey, she attempted to coax the bees back to the hive. Using honey, she attempted to coax the bees back to the hive. അതായത് ഹണി, തേൻ ഉപയോഗിച്ചുകൊണ്ട് തേനീച്ചകളെ തിരിച്ച് അവരുടെ ആ ഹണി കോമിലേക്ക്, തേനീച്ച കൂട്ടിലേക്ക് വരുത്തുന്നതിന് അവള് പരിശ്രമിച്ചു. അതായത് അപ്പൊ അവള് അവരെ വശത്താക്കി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു സൂത്രം പ്രയോഗിച്ചു അല്ലെ. ഏത് രീതിയിലാണ് ആ സൂത്രം പ്രയോഗിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹണി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ്. ഇത് ഇമാജിനറി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതല്ല, റിയൽ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് എ ജെന്റിൽ ടച്ച് ഷീ കോക്സ്ഡ് ദ ഇഞ്ചേർഡ് ബേർഡ് ടു ഈറ്റ്. വിത്ത് എ ജെന്റിൽ ടച്ച് ഷീ കോക്സ്ഡ് ദ ഇഞ്ചേർഡ് ബേർഡ് ടു ഈറ്റ്. അതായത് ആ മുറിവേറ്റ ആ പക്ഷിയെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് അവളൊരു ചെറിയൊരു സാന്ത്വനത്തിന്റെ തലോടല് ഉപയോഗിച്ചു. ആ തലോടലിലൂടെ മുറിവേറ്റ പക്ഷിയെ ഭക്ഷണം കഴിക്കുന്നതിന് നിർബന്ധിച്ചു എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അടുത്തൊരു എക്സ്പ്രഷനാണ്, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ബ്രെയിൻ വാഷ്. ബ്രെയിൻ വാഷ്, ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്. ഇപ്പൊ ഒരാളുടെ ചിന്താഗതിയെ കംപ്ലീറ്റ് മാറ്റി ഇപ്പൊ ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലുള്ള കംപ്ലീറ്റ് ഡേറ്റയും അതുപോലെ തന്നെ അതിനെയൊക്കെ എറേസ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ലേ അത്. അപ്പൊ ആ കാര്യങ്ങളെ കംപ്ലീറ്റ് മാറ്റിയിട്ട് അവരുടെ ആ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്രെയിൻ വാഷ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. Those who are vulnerable are the most likely to be brainwashed. Those who are vulnerable are the most likely to be brainwashed. അതായത് ഏറ്റവും കൂടുതൽ വൾണറബിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? വൾണറബിൾ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് വീഴാനായിട്ട് ചാൻസ് ഉള്ള ബലഹീനരായിട്ടുള്ള ആളുകളെ നമ്മൾ വൾണറബിൾ ആയിട്ടുള്ളവരെന്ന് പറയുന്നത്. അപ്പൊ വൾണറബിൾ ആയിട്ടുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് നല്ല എളുപ്പമാണ് എന്നാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. He felt as though he had been brainwashed into believing a lie. He felt as though he had been brainwashed into believing a lie. ഒരു നുണ വിശ്വസിക്കുന്ന ആ ഒരു തലത്തിലേക്ക് അവൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് എത്തിച്ചേർന്നു എന്ന് അവന് തോന്നി എന്നാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. The interrogation techniques were designed to brainwash the prisoner. The interrogation techniques, അതായത് ചോദ്യം ചെയ്യുന്നതിനുള്ള ആ രീതികൾ, ആ ടെക്നിക്സ്, ജയിൽ പുള്ളിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അയാളുടെ മനസ്സ് മാറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ഡിസൈൻ ചെയ്തത് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷനാണ് ടു ബട്ടർ സംബഡി അപ്പ്. ടു ബട്ടർ സംബഡി അപ്പ്. ബട്ടർ എടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? അത് പൊങ്ങി മുകളിലേക്ക് വരും അല്ലെ, ഒരു സർഫേസ് ലെവലിലേക്ക് വരും. അപ്പൊ ഏകദേശം ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ടു ബട്ടർ സംബഡി അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോ ഒരു താഴ്ന്നു കിടക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ മുകളിലേക്ക്, ഒരു താഴ്ന്നൊരു പേഴ്സൺ ആയിരിക്കാം, അയാളെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് നമ്മൾ പറയൂലേ, അങ്ങാട് ആകാശം വരെ അങ്ങോട്ട് ഉയർത്തി വിടുന്നു. അതാണ് ഇവിടെ ബട്ടർ സംബഡി അപ്പ് എന്നുള്ള എക്സ്പ്രഷനിലൂടെ ഉദ്ദേശിക്കുന്നത്.
He tried to butter his boss up by complimenting him. He tried to butter his boss up. അയാൾ എന്ത് ചെയ്തു? പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു ബോസിനെ അങ്ങോട്ട് ബട്ടറപ്പ് ചെയ്യാണ്, പൊക്കി പൊക്കി കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയാണ്? എങ്ങനെയാണ് ബട്ടറപ്പ് ചെയ്യുന്നത്? ബൈ കോംപ്ലിമെന്റിങ് ഹിം. അദ്ദേഹത്തിന് കോംപ്ലിമെന്റ് ചെയ്തല്ലേ. കോംപ്ലിമെന്റ് എന്നൊക്കെ പറയാൻ നമുക്കറിയാം, കോംപ്ലിമെന്റ്സ് അല്ലെ. കൺഗ്രാറ്റുലേഷൻസ് ആകാം അല്ലെ, നല്ലതായിരുന്നു, ഗുഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെ കോംപ്ലിമെന്റ്സ് കൊടുത്തിട്ട് ബട്ടറപ്പ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത്. Don't try to butter me up. I am not going to change my mind. Don't try to butter me up. I am not going to change my mind. അതായത് എന്നെ ബട്ടറപ്പ് ചെയ്യാനായിട്ട്, എന്നെ പുകഴ്ത്തി പറഞ്ഞ് കാര്യം നേടാൻ നിങ്ങൾ നോക്കണ്ട. ഞാൻ എൻ്റെ മനസ്സ് മാറ്റാൻ പോകുന്നില്ല. I am not going to change my mind. They were trying to butter him up by giving him expensive gifts. They were trying to butter him up. അവനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെയാണ് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞത്? ബൈ ഗിവിങ് ഹിം എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ്. അവന് നല്ല വില കൂടിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പുകഴ്ത്തി അയാളുടെ മനസ്സ് മാറ്റാനായിട്ട് അവര് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷനാണ് ടു ബ്രിങ് സംബഡി അറൗണ്ട്. ടു ബ്രിങ് സംബഡി അറൗണ്ട്. ടു ബ്രിങ് സംബഡി അറൗണ്ട് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരാളെ നമ്മുടെ ആ ഒരു വലയത്തിലേക്ക്, നമ്മുടെ ചിന്തകളുടെ വലയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടു ബ്രിങ് സംബഡി അറൗണ്ട്. സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. She was stubborn, but eventually he tried to bring her around. She was stubborn, but eventually he tried to bring her around. എന്ന് വെച്ചാൽ എന്താണ്? അവൾ സ്റ്റബേൺ ആയിരുന്നു. അതായത് അവളുടെ മൈൻഡ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റബേൺ ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവർ പിടിച്ച കാര്യങ്ങളിൽ അവരങ്ങനെ ഉറച്ചു നിൽക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ അവരെ മനസ്സ് മാറ്റി കൊണ്ടുവരാനായിട്ട് അവന് കഴിഞ്ഞു. അവന്റെ ചിന്താഗതികളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവന് കഴിഞ്ഞു എന്നാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. We hope to bring the investors around to our way of thinking. We hope to bring the investors around to our way of thinking. അതായത് ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നിക്ഷേപകർ അല്ലെ. ഞങ്ങള് ആ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങളുടെ ചിന്താഗതികളിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രത്യാശിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. Finally, I managed to bring him around to my own point of view. Finally, I managed to bring him around to my own point of view. എൻ്റെ സ്വന്തം ചിന്താഗതികളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. അവനെ എൻ്റെ സ്വന്തം ചിന്താഗതികളിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും അവസാനം ഫൈനലി എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ടു ഫോബ് സംബഡി ഓഫ്. ടു ഫോബ് സംബഡി ഓഫ്. അത് പെട്ടെന്ന് തന്നെ ഒരാൾ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരിക. പെട്ടെന്ന് തന്നെ, അധികം ചിന്തിക്കാനുള്ള സമയം പോലും അയാൾക്ക് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരിക എന്നാണ് ഇതിന്റെ അർത്ഥം. ടു ഫോബ് സംബഡി ഓഫ്. Don't just fob me off with a quick answer. Don't just fob me off with a quick answer. I need a detailed explanation. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ആൻസർ പറഞ്ഞ് എന്നെ നിങ്ങളുടെ ആ ആകർഷണ വലയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോകല്ലേ. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. അതിനുശേഷം ഞാൻ തീരുമാനിക്കാം വേണമെന്ന് അല്ലെ. ആ രീതിയിലുള്ള ഒരു സെന്റൻസ് ആണിത്. They tried to fob her off by saying the product was good, but it was completely broken. They tried to fob her off by saying the product was good, but it was completely broken. അതായത് നല്ലൊരു സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ ആ സാധനം ശരിക്കും അത് പൊട്ടിയതായിരുന്നു. അവൾക്ക് ചിന്തിക്കാനുള്ള സമയം പോലും അവര് ഇവിടെ കൊടുക്കുന്നില്ല. The child tried to fob off his sister by saying that the toy was broken because he wanted to keep it for himself. അല്ലെ, the child tried to fob off his sister. അവൻ ആ കുട്ടിയുടെ ആ ചേച്ചീനെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? ആ കളിപ്പാട്ടം പൊട്ടിയതാണ്, ചീത്തയാണെന്ന് പറഞ്ഞ്. കാരണം എന്താണ്?
അവന് ആ കളിപ്പാട്ടം സ്വന്തമാക്കണമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി ചെയ്യുന്നത് ഇവിടെ ഒരു ഫോബ് ഓഫ് അല്ലെ, ഫോബ് ഓഫ് ആക്ഷൻ ആണ്. അത് ആരെയാണ് ഫോബ് ഓഫ് ചെയ്യുന്നത്? ഫോബ് ഓഫ് ഹിസ് സിസ്റ്റർ. The child tried to fob off his sister, saying that the toy was broken, but actually he wanted to keep it for himself. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് to cajole. To cajole എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖസ്തുതി പറഞ്ഞ് ഒരാളെ പ്രേരിപ്പിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ cajole എന്ന് പറയുന്നത്. അപ്പൊ cajole എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. She tried to cajole him into lending her his car, but he refused it. She tried to cajole him into lending her his car, but he refused it. അവനെ മുഖസ്തുതി പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ കാറ് അവൾക്ക് ലെൻഡ് ചെയ്യാനായിട്ട്, ഓടിക്കാനായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി. പക്ഷേ അവനത് നിരസിച്ചു. No amount of sweet talk could cajole her into changing her mind. No amount of sweet talk could cajole her into changing her mind. അവളുടെ മനസ്സ് മാറ്റാനായിട്ട് എത്ര മധുരഭാഷണം നടത്തിയിട്ടും മുഖസ്തുതി പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല എന്നാണ് ഇതിനർത്ഥം. She used her charm to cajole the guard into letting her out. She used her charm to cajole the guard into letting her out. അതായത് ഇവൾക്ക് അവളുടെ ആ ഒരു വശീകരണ ശക്തി ഉണ്ടല്ലോ, ആ വശീകരണ ശക്തി കൊണ്ട് അവള് കെജോള് ചെയ്തു. ആരെ? ഈ ഗാർഡിനെ കെജോള് ചെയ്തിട്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടു ഹസിൽ. ടു ഹസിൽ അതായത് ഇപ്പോ ഒരാളെ ഉന്തിത്തള്ളി തിക്കിത്തിരക്കി അതിലേക്ക് എത്തിക്കുക, പെട്ടെന്ന് അങ്ങോട്ട് ഓടി അങ്ങോട്ട് വന്ന് ഉന്തിത്തള്ളി ഒരു കാര്യത്തിലേക്ക് ഇടുന്നതിനെയാണ് നമ്മൾ ഹസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. The city streets were filled with the hustle and bustle of the daily life. The city streets were filled with the hustle and bustle of the daily life. അതായത് അനുദിന ജീവിതത്തിന് തിക്കും തിരക്കും കൊണ്ട് സിറ്റി സ്ട്രീറ്റ്സ് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. They were trying to hustle some extra cash by selling lemonade. They were trying to hustle some extra cash by selling lemonade. അതായത് നാരങ്ങവെള്ളമൊക്കെ വിറ്റ് പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കി എടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. The players showed a lot of hustle during the game. The players showed a lot of hustle during the game. ആ കളിയുടെ സമയത്ത് ഈ കളിക്കാര് ഭയങ്കര തിക്കും തിരക്കും ഉന്തും തള്ളും ആയിരുന്നു എന്നാണ് ഇതിനർത്ഥം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പെർസ്വേഡിങ് വെർബ്സ് ആണ് അല്ലെ. പെർസ്വേഡിങ് മറ്റുള്ളവരെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, മറ്റുള്ളവരെ മനസ്സ് മാറ്റുന്ന ഈ വെർബുകൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തെ കൂടുതലായി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.